നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണലുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു നിമിഷം ഈ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പോലും സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളുമുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കില്ല ഈ വ്യക്തി ഇങ്ങനെയെല്ലാം ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. പക്ഷെ എങ്കിലും ഈ നിമിഷം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ പീരീഡ്, മേ ബി നിങ്ങൾ ഈ സമയത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം എത്രത്തോളം ഫീലിങ്സ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നെല്ലാം ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലെ ആ ഒരു സ്പേസ്, നിങ്ങളില്ലാത്ത ആ ഒരു സ്പേസ് അവർക്ക് എന്താണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, ഒരുപാട് വേദനകൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ഇത്തരം പെയിൻഫുൾ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് നൽകിയിട്ടുള്ള കുറച്ച് സോൾ കോൺട്രാക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് ആൻസേഴ്സ് അറൈവിങ്. ഓക്കെ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇത്രയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വേദന ഉണ്ടാവുന്നത്, ഇത്രയും ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനുള്ളൊരു ആൻസർ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, ഈ വ്യക്തി നിങ്ങളിൽ ഇപ്പോൾ വളരെയധികം അഡിക്റ്റഡ് ആണ്. ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അത്രയും ഈ വ്യക്തി അഡിക്റ്റഡ് ആണെന്നുള്ളതാണ്. ഈ വ്യക്തി അത്രയും ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നുണ്ട്. യെസ്, അത്രയധികം അൺകണ്ടീഷണൽ ആയിട്ട് ഈ വ്യക്തി നിങ്ങളിൽ പ്രണയിക്കുന്നുണ്ട്. ആ ഒരു പ്രണയവുമായിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഒരിക്കലും അത് സംഭവിക്കില്ല, അല്ലെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും സ്നേഹവുമായിട്ട് പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഓക്കെ. കാർമിക് പാർട്ട്ണർ. ഓക്കെ, മേ ബി നിങ്ങൾക്ക് പലതവണയും ഈ വ്യക്തിയെ ഒരു കാർമിക് പാർട്ട്ണർ ആണ് എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാർഡ് മാത്രമാണ് നമുക്ക് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. വർക്ക് ഓൺ യുവർ കണക്ഷൻ. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ പേഴ്സന്റെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ കൂടുതലായിട്ടും നിങ്ങൾ എഫേർട്ട് എടുത്ത് ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. പരസ്പരം ഒത്തിരി തെറ്റുകൾ തിരുത്താനുണ്ട് നിങ്ങൾ. ഓക്കെ. മേ ബി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന് ഒരു റീസൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പലതവണയും നിങ്ങൾ എത്രത്തോളം അവോയ്ഡ് ചെയ്തിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് മാത്രമാണ് ഡീപ്പായിട്ടുള്ള സ്നേഹമുള്ളത്, മറ്റു വ്യക്തിക്ക് സ്നേഹമില്ല, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഓക്കെ, അവര് ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവരുടെ ഫീലിങ്സ്, അവരുടെ സിറ്റുവേഷൻസ് ഒക്കെയും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്തത്. അതുകൊണ്ട് യൂണിവേഴ്സായിട്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ തരാണ്.
തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് അത്രയധികമായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, പക്ഷെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള, അത്രയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തത്രയും സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മിറാക്കിൾ പോലെ വന്നു ചേരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളോട് ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയധികം യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണെന്ന് ഉള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ. ഡ്രീംസിലൊക്കെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവാം. ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ടാവാം. അതൊക്കെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. എത്ര നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും മറക്കാൻ കഴിയുന്നില്ല. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നോ ആ ഒരു സമയത്തും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. I didn't realize earlier that this love is deep inside me. Okay. ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയ നിമിഷത്തിലാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളോടുള്ള പ്രണയം അവരുടെ ഉള്ളിൽ എത്രത്തോളം ആഴമേറിയ ഒന്നായിരുന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് ഐ ആം സോറി. ഓക്കെ. നിങ്ങളെ ലൈഫിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കിയതിന് അവർ നിങ്ങളോട് സോറി പറയാണ്. സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു. ഓക്കെ. ഇനിയും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ അരികിലേക്ക് അവർ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഓക്കെ. അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു മൊമെന്റിൽ പോലും അവരുടെ അരികിലായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ. ലോട്ട്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങളെ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത്രമാത്രം ഒരു ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഓക്കെ.